ഇന്ന് ഞങ്ങൾ പോകുന്നത് പൊക്രയിലേക്കാണ്. ലുംബിനി മുതൽ പൊക്ര വരെയുള്ള ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വഴിയുടെ അവസ്ഥ ഇതാണ്. ഇവിടെ വ്യാപകമായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. അതിനാൽ വഴി എത്രമാത്രം നന്നാക്കിയാലും വീണ്ടും മണ്ണിടിച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വീതി കുറഞ്ഞ ഈ വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് ഡ്രൈവർമാര് പ്രത്യേക വൈദഗ്ധ്യമുള്ളവരായതുകൊണ്ടാണ്. മണ്ണിന്റെ ഉറപ്പ് കുറവുള്ള ഘടനയും അടുക്കുകളായിട്ടുള്ള കല്ലുകളുമാണ് ഇവിടുത്തെ മണ്ണിടിച്ചിലിന് പ്രധാന കാരണം. നേപ്പാളിൽ അങ്ങിങ്ങായി ബുദ്ധ സ്തൂപങ്ങൾ കാണാം. എല്ലാ സ്തൂപങ്ങളുടെയും നിർമ്മിതി ഒരേ രൂപത്തിൽ തന്നെയാണ്. അങ്ങനെ യാത്രാമധ്യേയുള്ള ഒരു ബുദ്ധസ്തൂപത്തിൽ സന്ദർശിക്കുവാൻ ഞങ്ങൾ ഇറങ്ങി. ഇവിടൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് വളരെ വൃത്തിയായി ഈ സ്തൂപങ്ങളും ഇതിന്റെ ചുറ്റുവട്ടങ്ങളും പരിചരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വന്നു പോകുന്ന സന്ദർശകരും ഇവിടങ്ങളിൽ അതുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. സ്തൂപത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി പൊക്രയ്ക്ക് പോകുന്ന വഴി ഒരു ഗണപതി ക്ഷേത്രവും കണ്ടു. ഇവിടെയും ദർശനം നടത്തുവാനായി കയറി. ചെങ്കുത്തായ ഒരു പാറ ഇടുക്കിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും വീണ്ടും പൊക്രയിലേക്ക്. ഇപ്പോഴും വഴിയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. വഴിമധ്യേ മനോഹരമായ ഒരു തൂക്കുപാലം കണ്ടു. ഏകദേശം 3/4 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ തൂക്കുപാലം. മലകളുടെ ഉയരക്കൂടുതൽ കാരണം നേപ്പാളിൽ വ്യാപകമായി നദിക്ക് കുറുകെയായി ഇത്തരം തൂക്കുപാലങ്ങളാണ് സ്ഥാപിക്കപ്പെട്ട് കാണുന്നത്. ഒരുപക്ഷെ കോൺക്രീറ്റ് പാലങ്ങൾ ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്തത് കൊണ്ടും ആവാം.
തൂക്കുപാലമാണിത്. ഏറെക്കുറെ 1 കിലോമീറ്ററോളം ദൈർഘ്യം ഉള്ള ഒരു പാലമാണ്. സാമാന്യം നല്ല ഹൈറ്റുള്ള 2 മലകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പാലമാണ് ഇത്. പൂർണ്ണമായിട്ടും ടൂറിസത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണ്. പക്ഷേ ഇതിലെ ഓരോ വീടും അങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇനി അങ്ങോട്ട് വല്ല വീടുകളിലേക്ക് പോകാനാണോ എന്നറിയത്തില്ല. ഏതായാലും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പാലമാണ്. നല്ല സ്ട്രോങ് ആയിട്ട് വടത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉറപ്പുള്ള വളരെ മനോഹരമായ ഒരു പാലമാണ്. ഇതിൽ കൂടെയുള്ള സഞ്ചാരം വളരെ നല്ലൊരു അനുഭൂതിയാണ്. തൂക്കുപാലത്തെ കയറിയതിൻ്റെ ക്ഷീണം തീർക്കാൻ എല്ലാവരും ഓരോ ചായയും ജ്യൂസും ഒക്കെ കഴിക്കാനായിട്ട് കയറിയതാണ്. വന്നപ്പോഴേ തല വീണ്ടും ചെങ്കുത്തായ മലയിടുക്കിലൂടെയുള്ള യാത്ര. പക്ഷെ വഴിയൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ടു. ഇനി പൊക്ര വരെ നല്ല വഴിയാണെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. രാത്രി 8 മണിയോടുകൂടി ഞങ്ങൾ പൊക്രയിലെത്തി. ഇനി കുളിച്ച് ഫ്രഷായി വേണം പുറത്തിറങ്ങാൻ. ഇന്ന് ഇവിടെ തങ്ങി രാത്രി പൊക്രയിലെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കാണണം. നാളെ പൊക്രയിലെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം. ഇതാണ് പൊക്ര നഗരത്തിലെ രാത്രി കാഴ്ചകൾ. നിറയെ പബ്ബുകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ള ഒരു നഗരമാണ് പൊക്ര. രാത്രി കാലങ്ങളിൽ ഇവ വളരെ സജീവമാണ്. ഈ ബാറുകളിലൊക്കെ നമുക്ക് പ്രവേശനമുണ്ട്. ലിക്കറൊന്നും കഴിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് സൗജന്യമായി തന്നെ അവിടെ പ്രവേശിക്കാം. അവരുടെ ഡാൻസുകൾ കാണാം. അതുപോലെയുള്ള സൗകര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായ ഒരു നഗരം കൂടിയാണ് പൊക്ര. പൊക്രയിലെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവുകയാണ്. നാളെ രാവിലെ 5:45 തന്നെ എണീറ്റ് യാത്രയ്ക്ക് റെഡിയാവണം എന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെ സൂര്യോദയം കാണാൻ പോകുവാനുള്ളതാണ്. ഒരു കുന്നിൻ മുകളിലുള്ള ക്ഷേത്രത്തിന് സമീപമാണ് സൂര്യോദയം കാണുന്നതിനായുള്ള വ്യൂ പോയിന്റ്. ഞങ്ങളിവിടെ വന്നപ്പോൾ നിറയെ മഞ്ഞു മൂടിയ അന്തരീക്ഷമാണ്. ഇന്ന് സൂര്യോദയം കാണാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. സൂര്യോദയം കാണുന്നതിനായി നിരവധി സന്ദർശകർ എത്തിച്ചേരുന്ന സ്ഥലമാണിത്. ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ വളരെ മനോഹരമായി സൂര്യോദയം കാണാം എന്നാണ് പറയുന്നത്. ഇന്ന് ഇവിടെ വളരെ മഞ്ഞു മൂടിയ അന്തരീക്ഷമാണ്. അതിനാൽ ഇന്ന് ഞങ്ങൾക്ക് സൂര്യോദയം കാണുവാൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ യാത്ര വിഫലമായി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇവിടെ സമീപത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രമാണ്. സൂര്യോദയം കാണാൻ സാധിക്കാത്ത നിരാശയാൽ ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെടുകയാണ്. നേപ്പാളിന്റെ ഗ്രാമഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്.
ഞങ്ങൾ മനോഹരമായ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിനീളെ നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ എല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രം കിട്ടുന്ന കടയാണെന്ന് തോന്നുന്നു. മറ്റ് കടകളൊന്നും ഇവിടെ കാണുന്നില്ല. ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ദർശനത്തിനും വഴിപാട് കഴിക്കുന്നതിനുമായി ഭക്തരുടെ നീണ്ട ക്യൂ കാണാം. എങ്കിലും ക്ഷേത്രത്തിൽ അധികമായ തിരക്കുകളൊന്നും അനുഭവപ്പെടുന്നില്ല. ക്ഷേത്രത്തിൽ മുഖ്യ പ്രതിഷ്ഠയോടൊപ്പം നിരവധി ഉപദേവത പ്രതിഷ്ഠകളുമുണ്ട്. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്ന ഒരു പ്രത്യേകതയാണ് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നതിനായിട്ടുള്ള പ്രത്യേക സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ ഒരു ബുദ്ധ സ്തൂപത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ബുദ്ധസ്തൂപങ്ങളുടെ നിർമ്മിതിയെല്ലാം ഒരേ ശൈലിയിലായതിനാൽ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല. ബുദ്ധസ്തൂപത്തിലെ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒരു ശിവക്ഷേത്രമാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. വാഹനത്തിൽ നിന്നും ഇറങ്ങി കയറ്റമുള്ള റോഡിലൂടെ കുറച്ചു ദൂരം നടന്നോ അല്ലെങ്കിൽ ഇവിടെ സർവീസ് നടത്തുന്നതിനായി പ്രത്യേകം അനുവദിക്കപ്പെട്ടിട്ടുള്ള വാഹനങ്ങളിലോ വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ.
ശിവക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.